ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തേത് റിസർവേഷൻ എന്ന് പറയുന്നത് റീജിയൻ ബേസ്ഡ് ആയിക്കൂടാ എന്നാണ് സുപ്രീം കോടതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു വിഷയം, വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അവിടുത്തെ ഒരു നിയമവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റിലീജിയൻ ബേസ്ഡ് ആയിക്കൂടാ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതി വെസ്റ്റ് ബംഗാളിന്റെ ഇത്തരത്തിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റീസിനെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമത്തെ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ റിലീജിയൻ വാസ് എ പ്രൈമറി ബേസിസ് ഓഫ് ഇൻക്ലൂഷൻ എന്നുള്ള കാരണമാണ്. കാരണം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരെ റിസർവേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്, OBC ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൽക്കത്ത ഹൈക്കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ സുപ്രീം കോടതി അവിടുത്തെ അഡ്വക്കേറ്റ് ജനറലിനോട് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റീസ് OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അവരുടെ ബാക്ക്വേർഡ്നെസ്, അതായത് സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്സും കാരണമാണ്, അല്ലാതെ അവരുടെ റിലീജിയന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി റിലീജിയൻ എന്ന അടിസ്ഥാനത്തിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയുടെ റൂളിംഗ് ഏകദേശം 5 ലക്ഷത്തോളം OBC സർട്ടിഫിക്കറ്റുകൾ സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്തതിനെ ചാലഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ വന്നിട്ടായിരുന്നു. ഓൾറെഡി ഈ ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ വിവിധ ഗവൺമെന്റ് ജോബുകളിലും മറ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഹൈക്കോടതി ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട്, അതിൽ OBCയുടെ സബ് കാറ്റഗറൈസേഷൻ ഇൻവോൾവ് ആയിരുന്നു. ഈ ഒരു വിഷയത്തെയും ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം സുപ്രീം കോടതി പരിശോധിച്ചു വരികയാണ്. ഫൈനൽ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടില്ല, ആർഗ്യുമെന്റ്സ് നടക്കുന്നത്. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ഇത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരും. ആ ഒരു സമയത്ത് നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ലോകത്തും ഇന്ത്യയിലും എന്ത് മാറ്റമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് പോളിസി എന്നുള്ളതാണ്. അപ്പോൾ വേൾഡിൽ കാര്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ പ്രധാനമായിട്ട് ഇന്ത്യയുടെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.